ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ്. അൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും സലാത്ത് നിമിത്തമാണ്. സലാത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ്. ഒരു മണിക്കൂർ കൊണ്ട് എത്ര സലാത്ത് നമുക്ക് ചെല്ലാം? ശ്രദ്ധയിലും ചെല്ലാം, അശ്രദ്ധയിലും ചെല്ലാം, ശുദ്ധിയിലും ചെല്ലാം, അശുദ്ധിയിലും ചെല്ലാം. പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള അവസരം. സലാത്തിന്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അതുകൊണ്ട് സലാത്ത് നന്നായി ചെല്ല. ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സാധനമാണ് ഈ സലാത്ത്. ദുനിയാവിലും പുരോഗതി, ഖബറിലും പുരോഗതി, ആഖിറത്തിലും പുരോഗതി, എല്ലായിടത്തും നേട്ടം ഉണ്ടാവും. സലാത്തിൽ ഒരാളെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. സലാത്താണോ അയാൾ ഏർപ്പാട്, ആ ആളായിട്ട് കളിക്കാൻ പാടില്ല. അതാരായാലും ശരി, സലാത്ത് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്കെതിരെ കളിച്ചാൽ വേഗം കുരുത്തക്കേട് കിട്ടും, പെട്ടെന്ന് തട്ടും. കാരണം സലാത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് സ്വലാത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചെല്ലുന്നവർക്ക് തന്നെ അല്ലാഹു തആല ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ ആ സ്വലാത്തിന്റെ മഹാത്മ്യം എത്രയാണ്. അങ്ങനെ ചൊല്ലുന്ന നാവാക്കി നമ്മുടെ നാവിനെ മാറ്റാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്തെല്ലാം നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ മുഅ്മിനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലാൻ ക്ഷണിച്ചത് മുഅ്മിനീങ്ങളെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനില്ലാത്തവൻക്ക് സ്വലാത്ത് ഇല്ലാൻ കഴിയില്ല. ഈമാനില്ലാത്തവൻ മുത്തുനബിയെ നിഷേധിച്ചു കളയും, മുത്തുനബിയെ മോശാക്കും, മൗലിദിനെ കളവാക്കും, മുത്തുനബിയുടെ മദ്ഹ് പറയുമ്പം കൊച്ചാക്കും. എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങൾ അല്ലാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ അല്ലാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ.